അങ്ങനെ ആ ഒരു ദിവസം ഇവിടെ എത്തിയിട്ടോ. ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ടെൻഷനായിട്ടാണ് ഞാനിന്ന് മേക്കപ്പ് ചെയ്യാൻ പോയത് തന്നെ. ഇന്ന് നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് നമ്മുടെ അഞ്ജന ചേച്ചി ആട്ടോ. ഇവരെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ നമ്മുടെ കസിന്റെ കല്യാണത്തിന് ഇവരാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. ആ ഒരു മേക്കപ്പ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ അങ്ങോട്ട് സെലക്ട് ചെയ്തു. ഇതാണ് അഞ്ജന ചേച്ചിന്റെ ഭർത്താവ് അനീഷേട്ടൻ. ചേച്ചിയുടെ എല്ലാ മേക്കപ്പ് വർക്കിനും ബാക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആളാട്ടോ. മേക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ ഒരേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എൻ്റെ മേക്കപ്പ് ഭയങ്കര സിമ്പിൾ ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചേച്ചീനെ ഒരുക്കി തന്നു കേട്ടോ. എന്തായാലും ഇവരുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ മെറ്റീരിയൽ മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പോയി കേട്ടോ. നമ്മുടെ എല്ലാ ഫാമിലി പ്രോഗ്രാമിനും വിളിക്കുന്ന ഒരേ ഒരു ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ അക്ഷയ്. ഇവിടെ ഒരു പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ. അവർ വരാനുള്ള സമയമായല്ലോ. അങ്ങനെ നീണ്ട കുറച്ച് സമയത്തിന് ശേഷം അവരോട് എത്തിയിട്ടോ. അവരോട് എത്തിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ടെൻഷൻ അങ്ങ് കൂടി തുടങ്ങിയിട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് മാനേജ് ചെയ്തു. പിന്നെ എല്ലാവരെയും കാണുമ്പോഴുള്ളൊരു ടെൻഷൻ അത്ര തന്നെ ഉള്ളൂ. ഇതാണ് എൻ്റെ ചെക്കൻ. അങ്ങനെ 6 വർഷത്തെ പ്രണയം ഇവിടെ ഞങ്ങൾ ഒഫീഷ്യലി എൻഗേജ്ഡ് ആകാൻ പോവുകയാണ്. വീട്ടുകാരിലൊന്നും പല എതിർപ്പുകളുണ്ടായിട്ടും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാട്ടത്. അങ്ങനെ ഒടുവിൽ എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഇതാണ് എൻ്റെ ഫാമിലി. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് എടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവരെല്ലാം പറഞ്ഞയച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പം ശരി, ബൈ ബൈ.